നല്ല കട്ടൻ ചായ, പരിപ്പുവട, അടിപൊളി മായ. എന്താ അഭിപ്രായം? വൈബ് എന്നൊന്നും പറഞ്ഞ പോരാ. കടന്നുറങ്ങാൻ പൂതിയുണ്ടോ? കടന്നുറങ്ങാൻ പൂതിയുണ്ടോ? ഇല്ലല്ലോ, ആസ്വദിക്കല്ല. ജുനൈദ് ഇപ്പം എന്നോട് പറഞ്ഞു മഴ വെച്ചിട്ടുണ്ട്, നമുക്കത് പോയി കടന്നുറങ്ങിയാലോ. എന്നിട്ട് ഇപ്പം ഡയലോഗ് അടിച്ചാണ് കടന്നുറങ്ങാൻ തോന്നുന്നില്ല. ഞങ്ങൾ എന്താ ചെയ്യണേ, നമുക്ക് നല്ല കുറച്ച് വണ്ടികൾ സ്റ്റോക്ക് ആയിരിക്കണം, അതാണ് കാണിച്ചു കൊടുക്കാം. അപ്പോൾ കുറേ നേരമായി കാത്തിക്കണു മഴ ഇപ്പം ചോരും എന്ന് എഴുതിയിട്ട്. പക്ഷെ മഴ ചോരിനെ കാണാനല്ല. എന്നിപ്പോൾ ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം എന്നും മഴയാണ്. അപ്പോൾ കുറച്ച് പുതിയ ക്രിസ്റ്റൽ സ്റ്റോക്ക് അറിയിക്കണ്, അതൊന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഫസ്റ്റ് തന്നെ 2018 മോഡല് സെഡ് ഓട്ടോമാറ്റിക്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന സാധനമാണ് സെഡ് ഓട്ടോമാറ്റിക്. സെഡ് ഓട്ടോമാറ്റിക് ഫസ്റ്റ് ഓണർ 85,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഏകദേശം ഷോറൂം സർവീസൊക്കെ ഉള്ള മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കിടിലൻ വണ്ടി സ്റ്റോക്ക് അറിയിക്കണേ. അതേമാതിരി ഇത് 2019 അത് ബുക്കിംഗ് ആയതാണ്. ഇത് പിന്നെ 2018 മോഡല് G4 മാനുവൽ 13,90,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാം. 2018 മോഡൽ G4 മാനുവൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. അതുപോലെ G4 ഓട്ടോമാറ്റിക്കിൽ ലോ കിലോമീറ്റർ വണ്ടി നോക്കുന്ന ആൾക്കാർക്ക് ഒരു 54,000 കിലോമീറ്റർ ഓടിയ 2.8 Gയിൽ വരുന്ന സിൽവർ കളറിൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഒരു കിടിലൻ വണ്ടിയാണ്. ലോ കിലോമീറ്റർ ക്രിസ്റ്റ ഓട്ടോമാറ്റിക് നോക്കുന്ന ആൾക്കാർ വന്നോളിയും. Type 3 ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ 360 ക്യാമറ സംഭവങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുള്ള ഒരു കിടിലൻ മുതൽ തന്നെയാണ്. ഇത് നിങ്ങൾക്ക് 15,75,000 രൂപയ്ക്ക് തരുന്നതാണ്. അതുപോലെ തന്നെ ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വണ്ടി നോക്കുന്ന ആൾക്കാർക്ക് 2020 മോഡല് ഫസ്റ്റ് ഓണർഷിപ്പിൽ 99,000 കിലോമീറ്ററോടെ A to Z പ്രോപ്പർ ഷോറൂം സർവീസുള്ള ഒരു കിടിലൻ വി ഓപ്ഷൻ ഇന്നോവ. ഒറിജിനൽ കേരള ഫസ്റ്റ് ഓണർ 2020 മോഡല് BS6 വരുന്ന വണ്ടിയാണ്. ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ഒരു 21,90,000 രൂപയ്ക്ക് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ്. 2020 മോഡലാണ്. കിലോമീറ്റർ 99,000 ഓടിയിട്ടുള്ളൂ. ഷോറൂം സർവീസ് ഉണ്ട്. അതുപോലെ 2017 മോഡലിൽ 2.8 G ഓട്ടോമാറ്റിക്കലി വരുന്നത്. ഇതും നല്ല അടിപൊളി വണ്ടി തന്നെയാണ്. കേരള രജിസ്ട്രേഷൻ ആയി നിൽക്കുന്ന വണ്ടിയാണ്. 14,50,000 രൂപയ്ക്ക് കേരള രജിസ്ട്രേഷനിൽ നിൽക്കണേ. 2017 മോഡൽ G ഓട്ടോമാറ്റിക് വേണ്ട ആൾക്കാർ കോൺടാക്ട് ചെയ്തോളൂ. അതേമാതിരി തന്നെ 2015 മോഡൽ വി ഓപ്ഷനിൽ വരുന്ന ഇന്നോവയിൽ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ വി ഓപ്ഷനിൽ വരുന്ന ഇന്നോവ ഉണ്ട്. വെറും 7,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് വിത്ത് NOC സ്വന്തമാക്കാൻ കഴിയും. അപ്പോൾ എങ്ങനെയുള്ള കുറച്ച് വണ്ടികൾ സ്റ്റോക്ക് വന്നപ്പോൾ നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കിൽ നമ്മളത് ഏകദേശം 3-4ഓളം ക്രിസ്റ്റകൾ ഓട്ടോമാറ്റിക് ഉണ്ട്. 2-3 ക്രിസ്റ്റകൾ മാനുവൽ ഉണ്ട്. അപ്പോൾ ക്രിസ്റ്റൻ്റെ ആവശ്യക്കാരൊക്കെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവലിൻ്റെ ആവശ്യക്കാർക്ക് മാനുവൽ ഉണ്ട്, കേരള വണ്ടിൻ്റെ ആവശ്യക്കാർക്ക് കേരള വണ്ടി ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് സഫാരി കാർസിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാരൊക്കെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ സെയിലിന് വണ്ടികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സഫാരി കാർസിനെ കോൺടാക്ട് ചെയ്യും. നമുക്ക് വണ്ടികൾ ആവശ്യമുണ്ട്. ഇന്നോവ ക്രിസ്റ്റ ആയിക്കോട്ടെ, ഇന്നോവ ആയിക്കോട്ടെ, ഫോർച്യൂണർ ആയിക്കോട്ടെ, ഏത് വണ്ടി നിങ്ങൾ കോൺടാക്ട് ചെയ്തോളും. നമ്മൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നമ്പർ സെപ്പറേറ്റ് ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്